beautiful people. അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് വേറൊരു വ്ളോഗ് ആയിട്ട്. ഇത് എത്രാമത്തെ വ്ളോഗാണ്? മൂന്നാമത്തെ വ്ളോഗ്. അങ്ങനെ മൂന്നാമത്തെ സക്സസ്ഫുൾ വ്ളോഗുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേബിൻ്റെ ഫീഡിങ് ടൈം ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു ഫീഡിങ്ങിനായിട്ട്. ചെയറ് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ക്യാമറ കുറച്ച് താഴ്ന്നിട്ടാണ് പൊന്തിയിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് കാണാത്തത്. അപ്പം ആ സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് സെന്റർ പോയിന്റ് വാങ്ങി കാണിക്കാം അല്ലേ? അതെ, സെന്റർ പോയിന്റ് നമ്മൾ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ളൂ. ഫസ്റ്റത്തെ സാധനം എന്താണ്? യെസ്, ഫസ്റ്റത്തേതായിട്ട് നിന്റെ പേര് പറഞ്ഞോ. എനിക്കിതിൻ്റെ ഇത് ഫീഡർ. അതെ, ഇത് സ്ക്യൂസ് ചെയ്തിട്ട് ഫീഡ് ചെയ്യണത്. അതെ, നമ്മൾ മാഷ് ചെയ്ത സാധനങ്ങൾ. മാഷ് ചെയ്തല്ലേ? ആ, മാഷ് ചെയ്തത്. സെറിലാക്ക് ഒക്കെ ഇങ്ങനെ അതായിരിക്കും എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുക. സെറിലാക്ക് കൊടുക്കുന്ന ഒരു സാധനം. പ്യൂരിയൊക്കെ കൊടുക്കും. അതെ, ഇത് പുറത്തേക്ക് കൊണ്ടുപോകും അല്ലേ? അതിന്റെ കൂടെ ബ്രഷ് ഉണ്ട് ക്ലീൻ ചെയ്യാൻ. അതേപോലെ എക്സ്ട്രാ ഒരു സ്പൂൺ കവറും ഉണ്ട്, ഒരു സേഫ്റ്റിക്ക്. ഇങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വാങ്ങിച്ചതല്ല, ഫസ്റ്റ് കവറിൽ നിന്നും വെളിയിലേക്ക് വന്നത്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ. കാരണം നമ്മൾ തിന്ന ടൈമിൽ ആള് ഇങ്ങനെ കാക്കും. അപ്പം അവൾ ആദ്യമായിട്ട് ഭക്ഷണം തിന്നത് കാണാൻ നമുക്ക് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. രണ്ടാമത്തെ സാധനം കവറിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുള്ളത് ഇതെന്താണ്? ഫ്രൂട്ട്, സിലിക്കോൺ ഫ്രൂട്ട് സാക്ക്. സോറി, നമ്മൾ അതിന്റെ ഉള്ളില് ഫ്രൂട്ട്സ് വെച്ചിട്ട് അവർക്ക് അത് സക്ക് ചെയ്യാൻ കൊടുക്കും. അതെ, ഇതിനകത്ത് നമ്മൾ ഫ്രൂട്ട്സ് ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അതിൽ വെച്ചാൽ മതി. ബനാനയാണ് മെയിൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. ബനാന സ്റ്റീം ചെയ്തിട്ടൊക്കെ കൊടുക്കും. സ്ട്രോബെറി, ബനാന അങ്ങനത്തെ ഒക്കെ നല്ല സാധനം. സോ അങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാനല്ല, ഇതിന് പിന്നിലുള്ള ആള് ഇതാണ്. ഞാൻ വെറും ഫണ്ട് റൈസർ. ഫണ്ട് മാത്രമേ ഉള്ളൂ എൻ്റെത്. സാധനം വാങ്ങിക്കുന്നതൊക്കെ ഉള്ളതാണ്. ഒരു റീലുണ്ടല്ലോ, വേർ ഡസ് മൈ മണി ഗോസ്. എന്റെ മണി ഗോസ് ഇപ്പൊ അടുത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓക്കെ ആയിരുന്നു, ഞാൻ പിടിച്ചു നിന്നു. പക്ഷെ ഒരു കുട്ടിയായതിന്റെ ശേഷം പറ്റുന്നില്ല. പിന്നെ അടുത്തതായിട്ട് ഇത് കപ്പല്ലേ, വാട്ടർ കപ്പ്. വാട്ടർ കുറച്ചൊക്കെ സിപ്പ് ചെയ്ത് കുടിക്കട്ടെ വിചാരിച്ച്. മിൽക്ക് ഇല്ല അല്ലേ? മിൽക്ക് കുറച്ചൊക്കെ ഇതാക്കി കൊടുക്കാം. മൗണ്ടൈൻ ഡ്യൂ എടുത്താൽ മതി. മൗണ്ടൈൻ ഡ്യൂ അല്ല, റെഡ് ബുള്ള് കുട്ടി പറക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കപ്പ് വാങ്ങിച്ചിട്ട്. സെറാമിക്കാ? സിലിക്കൺ. പക്ഷെ കുറച്ച് കട്ടിങ്. സിലിക്കൺ ടംബ്ലർ വിത്ത് സ്ട്രോ. നമുക്ക് വേണമെങ്കിൽ അൺബോക്സ് ചെയ്ത് കാണിച്ചു കൊടുക്കാം അല്ലേ? അങ്ങനെ വേണം. അതവർക്ക് ബോറടിക്കും. അല്ലേ, നമുക്ക് ബോറടിക്കും. പെട്ടിന്ന് വേണ്ടാ തുറന്നൊന്നും കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു കപ്പ് കണ്ട, ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്യണം. ഇതെല്ലാം ഇനി പുഴുങ്ങിയെടുക്കാനുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താ സെന്റർ പോയിന്റ് 3 സാധനം മേടിച്ചിട്ടുള്ളൂ. അത്ര മേടിച്ചിട്ടുള്ളൂ. 150 റുപ്യല്ലോ. എത്ര 3 സാധനം. അടുത്ത കവർ ഒട്ടിക്കാൻ മതി. ഞാൻ മിഞ്ഞാന്ന് ഇവിടെ ഗെയിം കളിച്ചിരിക്കട്ടോ. കുറച്ച് ലേറ്റ് ആയി കിടന്നു. ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ റൂമിലേക്ക് കൊണ്ട് ഒരാളിങ്ങനെ ഇരുന്ന് കാട്ടിൽ ഇങ്ങനെ ഇരുന്ന് തപ്പുന്നു. ഇതൊക്കെ ഇങ്ങനെ മെയിൻ പരിപാടിയാണ്. കാർട്ടിലേക്കൊക്കെ ഇങ്ങനെ കാട്ടിലേക്ക് ഇട്ടാൻ മാത്രം മതി. അടുത്തതായിട്ട് ഒരു ബാഗിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇത് ബൗള് സെക്ഷൻ ബൗളുണ്ട്. ഇതൊരു ചെറിയൊരു ബൗള്. ടേബിൾ മേലെ നോക്കും. നൈസ് സിലിക്കൺ ബൗൾ. ഇതൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാനുണ്ട്, ഒന്ന് പുഴുങ്ങിയെടുക്കാനുണ്ട്. നല്ല പ്ലേറ്റ്. ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പുറത്ത് ഫ്രൂട്ട്സ് ഇട്ടിട്ടാ, വെജിറ്റബിൾസ്, വെജീസ് ഇടാം. അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത്. ഇതും സെക്ഷൻ ഉണ്ട് കേട്ടോ.
നല്ല രസല്ലേ കളർ? കളർ നല്ല രസമുണ്ട്. ഇത് എന്ത് കളറത്? ഇത് ബിബ. ബിബ്. ഇതായിട്ടൊന്നും കാര്യമില്ല, ഇതിലൊന്നും ഉണ്ടാവില്ല. ഒക്കെ പുറത്തായിരിക്കും ഇങ്ങനെ അടിച്ച് പരത്തല. ഈ കണ്ടില്ലേ വീഡിയോയില് ഫുഡ് അങ്ങനെയല്ല, വല്ലാണ്ട് മേത്ത പുറത്തൊക്കെ പോകുമ്പോ. ഞാനിതിലൊന്നും ഇല്ല, അതൊക്കെ വാങ്ങിച്ചു ചെയ്യാന് ഇതിന്റെ ഒക്കെ ക്ലീനിങ്ങും ശേഷം ഞാനില്ല. സ്പൂണും ഒരു ഫോർക്കും ഉണ്ട്. ഞാൻ ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്, തിന്നിട്ട് ഫുൾ പരത്തിയിട്ടിട്ട്. ആ ഇത് നമ്മൾ അന്ന് വാങ്ങിച്ച സാധനം ബേബി റാറ്റില്. നമ്മളടുത്തുള്ളത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റാറ്റില്ല, അത് പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പ് റാറ്റില്ല. അപ്പൊ അവളിങ്ങനെ കിടന്ന് കളിക്കുമ്പോ ഇടക്ക് നെറ്റിക്കൊക്കെ പോകും. അപ്പൊ നമ്മളിത് ഒരു വട്ടം വാങ്ങിച്ചായിരുന്നു, പക്ഷെ ഇത് എവിടെ കൊണ്ടുപോയിട്ടില്ല. നമ്മൾ ഒരു വട്ടം വാങ്ങിച്ചായിരുന്നു, എവിടെ കൊണ്ട് കളഞ്ഞു. ഇപ്പൊ നമ്മള് രണ്ടാമത് വാങ്ങിച്ചതാണ്. ഇത് ഈ സാധനം ഉണ്ട്, ഈ സാധനം 2 in 1 ഒരു പാണ്ടയുടെ പൈസുള്ള ഒരു റാറ്റിൽ. ഇതാകുമ്പം കുഴപ്പമില്ല, തലമ്പ് തട്ടിയാലൊന്നും അധികം വേദന ഇല്ല, സോഫ്റ്റ് ആണ്. സോ ഇതൊരെണ്ണം വാങ്ങിച്ചു. എന്റെ ഫേവറേറ്റ് ബോളൊക്കെ വാങ്ങിച്ചായിരുന്നു. ബോൾ മേടിച്ച് അങ്ങനെ നമ്മളൊരു ബോൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് നല്ല ബോൾ വാങ്ങിക്കണം. റോൾ ചെയ്യാനുള്ള ഞങ്ങൾക്ക് സമയമുണ്ട്, അപ്പൊ ബോളും കൂടി മേടിച്ച്. ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ അതിൻ്റെ ഇതുണ്ട്, അതിനുള്ള സാധനം ഉണ്ടല്ലേ. കുറച്ച് കഴിഞ്ഞാൽ വലിയ ബോളൊക്കെ ഞങ്ങൾക്ക് രണ്ടാക്കൊക്കെ കളിക്കാം. ഇപ്പൊ ചെറുത് മതി. പക്ഷെ ഒരു ബോള് ആകെ ഒരു ഒഴിമുട്ടമായിട്ടുണ്ട്. ബോള് ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരു കത്തി ഉണ്ടായിരുന്നു, കത്തി അങ്ങോട്ടൊക്കെ അവിടെ നമുക്കിനി കുറച്ച് ഇതിലെന്തായിരിക്കും സാധനം. ഇതില് ഹൈ ചെയർ. അപ്പൊ അതെന്താ ഇത് ടബ്. നമ്മൾ അവക്ക് ടബ് ഒരു മെമ്മറി കേട്ടോ. ടബ് പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ അടുത്തുണ്ടായിരുന്നു ടബ്. ഞാൻ ഈ ടബില് വെള്ളത്തിലൊക്കെ നിറച്ച് ഇങ്ങനെ കിടക്കുന്നു, ചടിയൊന്നും ഇല്ലാതെ. ചെറുപ്പത്തിലാണ്. ഇത് നമുക്ക് ഫുള്ള് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു. ഒയ്യോ, ഇത് ഫിറ്റ് ചെയ്യാൻ കുറച്ച് പണിയാട്ടോ. അത് ഞാൻ പിക്ചർ കാണിച്ചു. ഇത് മറ്റേ പരിപാടിയാട്ടോ. ഐക്യ നമ്മള് സാധാരണ ഐക്യം സാധനം വാങ്ങുമ്പോ ചെയ്യണത്. നല്ല ഫിറ്റ് ചെയ്യണം. ഇത് കുറച്ച് പണിയുണ്ട്, ഇത് എന്റെ പണിയാണ്. ഇത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാല് ഭയങ്കര ലാഗായി പോകും. വീഡിയോ ലാഗായി പോകും. ഒരു പിങ്ക് കളറാണ് കാണുന്നുണ്ടാവും, പിങ്ക് കളർ. ഈ യൂസർ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പക്ഷെ ഇത് പിങ്ക് ആണ്. ഇതാണ് അതിന്റെ മറ്റേ ടേബിള്. പ്ലേറ്റ് ഇവിടെ വെക്കണം. ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇതൊക്കെ അവിടെ ഉണ്ടാവും, ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാവും, എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും. എല്ലാ ആളടുത്തെ കൊടുക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ രണ്ടടിയാണത്. ഇതൊക്കെ മെമ്മറീസ്. നമ്മുടെ ബേബി വളരുമ്പോ ഇനിയുള്ളത് ഇതിന്റെ സീറ്റും പിന്നെ ഇതിന്റെ കാലും ഉടലും ഒക്കെയാണ്. ഇത് പിന്നെ ഫിറ്റ് ചെയ്യാം, നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. വീഡിയോയുടെ ലാസ്റ്റിൽ ഇടാം ഫിറ്റ് ചെയ്ത്. ഇനി അടുത്ത ഈ സാധനമാണ്. അടുത്താണ് നമ്മുടെ ബേബിയുടെ ടബ്. ഈ ടബ് എത്ര ഇയറാണ്?
ഇത് 8 ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. 8 ഇയർ വരെ യൂസ് ചെയ്യും അല്ലേ? ഇങ്ങനത്തെ ഒരു ടബല്ലേ? ഇങ്ങനത്തെ ഒരു ടബ് തന്നെ ഞാൻ പറഞ്ഞോണ്ടാ. ഇതാകുമ്പോൾ അധികം സ്പേസ് നമുക്ക് ചെലവാകില്ല. ലൈക്ക് ഇങ്ങനെ എവിടെയെങ്കിലും തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ വാഷ്റൂമിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാം. ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി. അതാകുമ്പോൾ സ്പേസ് വല്ലാണ്ട് പോകില്ല. നമ്മൾ ഈ ഫുൾ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ബാത്റൂമിൽ കിടക്കും, അതിൽ വെള്ളം നിറയും. നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ വാഷ്റൂമോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതാകുമ്പോൾ നമുക്ക് സേഫായിട്ട് എവിടെ ഹാങ് ചെയ്തിടാം. അതിൻ്റെ എന്ത് അതിനകത്തോട്ട് ഇങ്ങനെ പുഷ് ചെയ്യുക. അപ്പോൾ ഇതാണ് ടബില് ഫുള്ളായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വടി ഉണ്ട്, അതുകൊണ്ട് അതാണ് റെഡി. ഇങ്ങനെ ഉണ്ടോ ടബ്? അപ്പോൾ നമ്മൾ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മടക്കി വെക്കും ചെയ്യാൻ. 2 സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇതിൽ തന്നെ കൊള്ളും. പക്ഷെ കൂടെ നമ്മളെ വീട്ടില് ടബ് ഇല്ല കേട്ടാ. ടബ് ടബിൽ എത്ര വെള്ളം വേണമെന്ന് വിചാരിച്ചിട്ട് ടബിൽ ഒരുപാട് വെള്ളം വേണം. ടബൊക്കെ നിറച്ച് കുടിക്കണം. ഈ ആരും കുടിക്കൂല. ടബൊക്കെ ഉള്ള വീട് എനിക്കറിയാം. ആരും അങ്ങനെ ടബ് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യും. പിന്നെ എനിക്ക് ടബ് ഒരു ഹൈജീനിക് പ്രോബ്ലമാണ്. കാരണം എല്ലാവരും യൂസ് ചെയ്യുന്ന കുളിക്കുന്നൊക്കെ ഒരു സ്ഥലമാണ്. അപ്പോൾ അൺലെസ് അത് നമ്മൾ പുതുതായിട്ട് വെച്ച ടബാണ്, നമ്മൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവർ പുറത്തുനിന്നൊക്കെ വന്ന് യൂസ് ചെയ്യുമ്പോൾ അതൊരു ഹൈജീനിക് പ്രോബ്ലം ആണുള്ള ഒരു സംഭവമാണ് ടബ്. അതിന്റെ കൂടെ വേറെ സാധനമുണ്ട്. എന്താ ഇതിന് ടെമ്പറേച്ചർ നോക്കട്ടോ. ഇവിടെ ഒരു ഡിജിറ്റൽ ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട്. ഇതിലിപ്പം 26, 28 ഒക്കെ കാണിക്കുന്നത്. ഇതിനകത്തോട്ട് ഇടണം തോന്നുന്നുണ്ട്. അതിന്റെ ഉള്ളിലോട്ട് ഇടണം. അതിന്റെ ടെമ്പറേച്ചർ നമുക്ക് കാണാൻ പറ്റും. വെള്ളത്തിന്റെ എത്ര ടെമ്പറേച്ചർ ആണ്. അതേപോലെ ഇതിന്റെ കൂടെ ഇതും വരുന്നുണ്ട്. ഇങ്ങനെ ഒരു നെറ്റിങ് വരുന്നുണ്ട്. നമുക്ക് പൊടിപ്പിക്കാം. ഇത് നല്ല സാധനം കേട്ടോ. നമുക്ക് ഇതൊക്കെ കുറച്ച് ആഴുണ്ട്. ഇപ്പൊ അത് വേരി ഇതിൽ ചിലപ്പം മുങ്ങിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു നെറ്റിങ് വരുന്നുണ്ട്. ഒരു ക്ലോത്തിന്റെ ഒരു മെഷ് സാധനം. ഇത് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ പൊന്തിക്കും, മുങ്ങിപ്പോകില്ല വെള്ളത്തിൽ. കാര്യം പറയാൻ മറന്നു. ഇതെല്ലാം ഫസ്റ്റ് ക്രൈ എന്നാണ്. ഇതെല്ലാം വാങ്ങിച്ച ഫസ്റ്റ് ക്രൈ എന്നാണ്. പിന്നെ ഇതിന്റെ എന്തോ ഒരു സാധനം അടിയിലോട്ട് പോകും. എന്താ കണ്ട പോയതൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെയാണോ അത് തൂക്കിയിടുന്നാന്ന് തോന്നുന്നു. ഇതിലിട്ടോളി തൽക്കാലം. കേറുന്നില്ല. എനിക്ക് തോന്നുന്നു അതിങ്ങനെ ബുക്ക് ചെയ്ത് തൂക്കിയിടുന്നതാണ്. അതെ, അങ്ങനെ തന്നെയാണ്. ഇവിടെ എന്തിനാ ഒരു സാധനം വേറെ എന്തെങ്കിലും ഉണ്ടോ? നീ അതേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇത് നമ്മുടെ പൈപ്പ് വെക്കാനായിട്ടായിരിക്കും. അതെ, ഷവറിന്റെ ആ സാധനം പറ്റിയത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. സോ എന്തായാലും ഇത് കൊള്ളാം, നൈസാണ്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് യൂസ് ചെയ്താൽ അറിയാം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. സോ ഇങ്ങനത്തെ ഒരു സാധനം. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ബേബിക്ക്. ആൻഡ് ഓഫ് കോഴ്സ് ഹൈ ഷെയർ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണിച്ചു കൊടുക്കാം. സോ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, പ്രത്യേകിച്ച് ടബൊക്കെ യൂസ് ചെയ്യുന്ന കാണാൻ. പിന്നെ ഫീഡിങ് നമ്മൾ എന്നോ വല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്? നാളെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ ചിക്കനും മീറ്റും വെച്ചിട്ട് തുടങ്ങാം അല്ലേ?
ചിക്കൻ വേണ്ട. പ്യൂരി, റാഗി, ബനാന, അവക്കാഡോ. ബ്ലഡി കാർബോഹൈഡ്രേറ്റ്. അല്ല ബീഫൊക്കെ കൊടുത്ത്. ബീഫ് കുറച്ച് ചെയ്യട്ടെ. ബീഫിന്റെ ഡൈജഷൻ തുടങ്ങിയിട്ടുള്ളൂ. ബീഫ് മാരോ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളൂ. അപ്പൊ മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പിൽ തുടങ്ങണം. ആദ്യം ചിക്കനും ബീഫും എടുത്താൽ ഇതായി സെറ്റ് ആവില്ല. അപ്പൊ നമ്മൾ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യും. ഭക്ഷണത്തിന്റെ ബ്ലോഗ് ഉണ്ടോ? അതുണ്ട്. അപ്പൊ അതുണ്ട്. അപ്പൊ അങ്ങനത്തെ പലതരം ബ്ലോഗുകളുമായി ഞങ്ങൾ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അൺബോക്സ് ചെയ്യാനൊന്നുമില്ല. സോ മറ്റൊരു വീഡിയോ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യും. നമ്മളൊരു ചെറിയൊരു വീഡിയോ. മറ്റൊരു വീഡിയോയുമായി പിന്നെ ഒരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ആൻഡ് ദി ഡിങ് ഡിങ് ബട്ടൺ പ്ലീസ് അമർത്തുക. സോ മറ്റൊരു വീഡിയോയുമായി നമ്മൾ പിന്നെ വരുന്നതാണ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ അൺബോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറേ പെട്ടിയും പേപ്പറൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. അത് ക്ലീൻ ചെയ്യണം. അസംബിൾ ചെയ്യാനുണ്ട് ചെയർ. അതിൻ്റെ വീഡിയോ ലാസ്റ്റിൽ കാണിക്കാം. So that's it for today. Thank you for watching. Subscribe and press the bell button to get notified for new videos. Bye. Bye.